മംഗലം ഡാം പുല്ലൻപരുതയിൽ വനത്തിൽ വിത്തുണ്ട നിക്ഷേപിച്ചു. മനുഷ്യ വന്യജീവി ഇടപെടലുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് തദ്ദേശീയ സസ്യങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച വിത്തുണ്ടകൾ തയ്യാറാക്കി വനാന്തരങ്ങളിൽ നിക്ഷേപിച്ചത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലെ ഉളകര ഫോറസ്റ്റ് സ്റ്റേഷനിലെ പുല്ലൻപരുത IPC പരിസരത്താണ് വിത്തുണ്ട വിത്തൂട്ട് പരിപാടി നടന്നത്. MLA KD പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കാടുകളിൽ വന്നുപെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചെറിയ മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും വെള്ളവുമെല്ലാം ഉൾവനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിയുമോ എന്ന പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് മുന്നോട്ട് വെച്ചത്. ഇത് നേരത്തെയും പല ഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. അപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അത്രമാത്രം പ്രശ്നമന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബാധിച്ചിരുന്നില്ല. മലയോര ജനത മാത്രമാണ് അന്ന് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നത്. എന്നാൽ തീരദേശത്തിലെ ആളുകൾ, മറ്റു പ്രദേശത്തിലെ ആളുകൾ അതൊന്നും ഗൗനിക്കുക ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് അവരെയും ബാധിക്കുന്ന നിലയിലേക്ക് ഇത് മാറിയപ്പോൾ അവരും ഇതിൽ ബോധവാന്മാരായി മാറുകയും അങ്ങനെ സമൂഹത്തിൻ്റെ പൊതു പിന്തുണ ഈ കർഷകരുടെ, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, വന്യമൃഗ ശല്യം നേരിടുന്നതിന് വേണ്ടിയുള്ള പൊതു പിന്തുണ നമുക്ക് ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞു. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഓഫീസർ U സജീവ് കുമാർ, MK രഞ്ജിത്ത്, ഫാദർ ജസ്റ്റിൻ, ഫാദർ ഹെൽബിൻ, ജോസ് ഊന്നുപാലം, ചാർലി മാത്യു, TS സുബി, KE ലിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. വനവൽക്കരണത്തിന്റെ ഭാഗമായി വനത്തിലാണ് വിത്തുണ്ട വിതറിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. മാവ്, പ്ലാവ്, ആഞ്ഞിലി, ഞാവൽ, കശുമാവ് തുടങ്ങിയവയുടെ വിത്തുകളാണ് മണ്ണിൽ പൊതിഞ്ഞ് ചെറിയ ഉണ്ടകളാക്കി ഉൾവനത്തിൽ നിക്ഷേപിച്ചത്. പാലക്കുഴി, വചനഗിരി ഇടവക അംഗങ്ങളും മമ്പാട് സ്കൂൾ കുട്ടികൾ, കർഷകർ, പാലക്കുഴിയിലെ പ്രഭാത വായനശാല അംഗങ്ങൾ തുടങ്ങിയവരാണ് വിത്തുണ്ടകൾ തയ്യാറാക്കിയത്. UTV ന്യൂസ്, പാലക്കാട്.